എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ നവനാൾ പ്രാർത്ഥനയുടെ 6-ാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ഏറ്റവും തീക്ഷ്ണമായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനായ താതാ സെബസ്ത്യാനോസ് പുണ്യാത്മാവേ, പാദത്താലിനണയും മക്കളെ കാത്തിടണേ. ക്രിസ്തുവിൻ ധീരസാക്ഷി, വിശ്വാസ സംരക്ഷക, പാരിന്നു മാതൃകയെ മാധ്യസ്ഥമേകിടണേ. സുവിശേഷ ചൈതന്യത്തെ നിത്യം വളർന്നിടുവാൻ വന്യനാം പുണ്യതാതാ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സർവനന്മകളുടെയും നിക്ഷേപമായ ദിവ്യേശോയെ, അത്യന്ത ഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞങ്ങൾ അങ്ങേ സ്തുതിച്ചാരാധിക്കുന്നു. മഹത്വമുള്ള വേദസാക്ഷിയും തീഷ്ണത നിറഞ്ഞ ആത്മായ പ്രേക്ഷിതനുമായ സെബസ്ത്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിഹീനരായ മനുഷ്യർ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ദിവരക്ഷക, ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. വഴിതെറ്റിയ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന ദിവ്യയിടയ, ധൂർത്തനായ മനുഷ്യനെ വാത്സല്യത്തോടെ തഴുകുന്ന നല്ല പിതാവേ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നന്ദിഹീനരായി ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം മുറിപ്പെടുവാൻ തിരുമനസ്സായ അങ്ങേ സ്നേഹത്തെയും കരുണയും കുറിച്ച് പാപദുർഗണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി അങ്ങയെ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായിരിക്കുവാനും കൃപ ചെയ്യണമേ. പിതാവേ, വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കരുണാപുരം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വേദസാക്ഷിയും തിരുസഭയുടെ അഭിമാനവും വ്യാധികളെ നീക്കിക്കളയുന്നവനുമായ സെബസ്ത്യാനോസെ, അങ്ങേ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് ലഭിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ പ്രസംഗത്താലും സന്മാതൃകകളാലും അനേകം പേരെ സത്യസഭയിലേക്ക് ആനയിക്കുവാൻ തിരുമനസ്സായല്ലോ. ദൈവസന്നിധിയിൽ
അങ്ങേക്കുള്ള പ്രത്യേകമായ മധ്യസ്ഥ ശക്തിയാൽ അങ്ങ് അനേകരുടെ ശാരീരികവും ആത്മീയവുമായ രോഗങ്ങളെ സുഖപ്പെടുത്തിയവല്ലോ. പാപികളെങ്കിലും അങ്ങേ സഹായം യാചിക്കുന്ന ഞങ്ങളുടെ ആത്മീയവും ശാരീരികമായ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മുടെ വ്യക്തിപരമായ ആവശ്യം സെബസ്ത്യാനോസ് വഴി ദൈവതിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വല്ല പ്രത്യേകമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സാധിച്ചു കിട്ടുന്നതിന് അങ്ങയുടെ ശരീരത്തിൽ തുളച്ചു കയറിയ അമ്പുകളുടെ യോഗ്യതയാൽ പരമകാരുണികന്റെ മുൻപിൽ അങ്ങ് മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. ദൈവസന്നിധിയിൽ ഞങ്ങളുടെ മധ്യസ്ഥനായ സെബസ്ത്യാനോസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ, തിരുസഭാ സംരക്ഷകനായ സെബസ്ത്യാനോസിന്റെ യോഗ്യതകളെ പരിഗണിച്ച് ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അങ്ങേ സഹായം ലഭിക്കുന്നതിനുള്ള കൃപ നൽകണമേ. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായെ കനിയണമേ, കർത്താവേ കനിയണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ പിതാവായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമല്ലെന്ന സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വന്തം ജനനത്താൽ നർബോന എന്ന നഗരത്തെ ലോകപ്രസിദ്ധമാക്കിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസത്തെ പ്രതി പീഡയനുഭവിക്കുന്നവർക്ക് സഹായം ചെയ്യുന്നതിനായി പട്ടാള സേവനം നടത്തിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനേകം അവിശ്വാസികളെ സത്യവെളിച്ചത്തിലേക്ക് ആനയിച്ച സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡകൾ നിറഞ്ഞ ചഞ്ചല ബുദ്ധികളായവരെ യഥാർത്ഥ വിശ്വാസത്തിൽ ഉറപ്പിച്ച സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വചനത്താലും പ്രവൃത്തിയാലും സന്മാതൃക നൽകിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യത്തെ പ്രതി പീഡകൾ സഹിക്കുന്നവർക്ക് ധൈര്യം കൊടുക്കുന്ന സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെയും പീഡിതരുടെയും മരണത്തിലും ബലവും സഹായവുമായിരുന്ന സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭക്തി നിറഞ്ഞ വചനങ്ങളാൽ അനേകരുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹം ജ്വലിപ്പിച്ച സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശ്വാസികൾക്ക് സഹായമായി റോമാ ചക്രവർത്തിയുടെ പടത്തലവനായി ദൈവകൃപയാൽ ഉയർത്തപ്പെട്ട സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കുരിശന്റെ അടയാളത്താൽ തളർവാദത്തെ നീക്കിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബധിതരെ സുഖപ്പെടുത്തിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനേക വ്യാധികളെ ശമിപ്പിച്ച് ആരോഗ്യം നൽകിയ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാളയത്തിൽ വ്യാപരിച്ചിട്ടും ബ്രഹ്മചര്യത്തിൽ തിളങ്ങിയിരുന്ന സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോയുള്ള സ്നേഹത്തെ പ്രതി ചക്രവർത്തിയുടെ സ്നേഹത്തെയും സ്ഥാനമാനങ്ങളെയും ത്യജിച്ചവനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസം നിമിത്തം
വിധിക്കപ്പെട്ടവനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അനേകം അമ്പുകളാൽ ഈയപ്പെട്ടവനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അസ്ത്രങ്ങൾ ഏറ്റതിനാൽ മരിച്ചവനെ പോലെ ഉപേക്ഷിക്കപ്പെട്ട സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജീവൻ പിരിയാതെ വീണ്ടും രാജസന്നിധിയിൽ ചെന്ന് വിശ്വാസികളെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് രാജാവിനെ ശാസിച്ച സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവകൽപ്പനയാൽ കെട്ടപ്പെട്ട് രാജകൽപ്പനയാൽ കെട്ടപ്പെട്ട് കഠോരമായ അടികളാൽ മരണത്തെ കൈവരിച്ച സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഒരു പ്രഭുവിനുണ്ടാകേണ്ട വെളിപാടിൻ പ്രകാരം മഹാപൂജ്യതയോടെ അടക്കപ്പെട്ട സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗരാജ്യത്തിൽ സർവേശ്വരനാൽ അത്യന്ത മഹിമയുള്ള വേദസാക്ഷി കിരീടം ധരിപ്പിക്കപ്പെട്ട സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല ക്രിസ്ത്യാനികൾക്കും ദയ നിറഞ്ഞ പിതാവായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, അങ്ങേ ദാസനായ സെബസ്ത്യാനോസിന് വണക്കം ചെയ്യുന്ന അങ്ങേ മക്കളുടെ ബലഹീനതകളെയും കുറവുകളെയും കൃപയോടെ നോക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ മൂലം വന്നിരിക്കുന്ന കഷ്ടതകളെ നീക്കി സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയാൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നർബോന എന്ന നഗരത്തിൽ ജനിച്ച വീരോചിതമായ വിശ്വാസ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസത്തിൽ ഉറപ്പിച്ച് കഠിനമായ പീഡക സഹിച്ച് രക്തസാക്ഷി മുടിച്ചോടിയ സെബസ്ത്യാനോസേ, പാപികളും രോഗികളുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തിന് വ്യതിചലിച്ച മന്ദജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപസാഹചര്യങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് അനുഗ്രഹം അങ്ങ് വഴി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേ മധ്യസ്ഥതയാൽ കാത്തുപരിപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള നമ്മുടെ നിയോഗം ഒരിക്കൽ കൂടി സെബസ്ത്യാനോസ് വഴി ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. വളരെ പ്രത്യേകമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരമപിതാവിൽ നിന്ന് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വരൂപനാം ദൈവത്തിൻ ദാസനെ പുണ്യാത്മാ സെബസ്ത്യാനോസേ, നിൻ പുണ്യപാദം വണങ്ങുന്നു ഞങ്ങൾ നന്ദിയോടെന്നും മോദാം. തിന്മയ്ക്കെതിരായി ധീരമായി പോരാടി മന്നീതിൽ മാതൃക നൽകി വിശ്വാസം കാക്കുവാൻ രക്തസാക്ഷിയായി മർത്യർക്കു മാതൃകയായി എന്നും മർത്യർക്കു മാതൃകയായി. സ്വാർത്ഥത വിട്ടെന്നും നേർവഴി
സ്നേഹത്തിൽ ജീവിതം നിത്യം നയിക്കുവാൻ നൽവരമേകളെ താതായെന്നും നൽവരമേകളെ താതാ. നമ്മുടെ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും മുട്ടുകുത്തി നിന്ന് ദിവ്യകാരുണ്യനാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന എല്ലാവരും ഏറ്റുചൊല്ലുക. എന്റെ ഈശോയെ, അങ്ങേ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. കരങ്ങൾ കൂപ്പി നിമിഷം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം. വളരെ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 113 സങ്കീർത്തനം 9 വാക്യം ഇപ്രകാരം പറയുന്നു: അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടയാക്കുന്നു. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ, അഭിഷേക ശക്തിയാൽ മക്കളില്ലാത്ത എല്ലാ ദമ്പതിമാരെയും നിറയ്ക്കണമേ എന്ന് തമ്പുരാനെ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഓ മാധുര്യമേറിയ ദിവ്യകാരുണ്യമേ, ഗർഭധാരണത്തെയും ഭ്രൂണ വളർച്ചയെയും തടയുന്ന എല്ലാ തടസ്സങ്ങളും നീക്കി ദൈവിക ചൈതന്യവും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുക്കാനായിട്ട് ഇവരെ നീ അനുഗ്രഹിക്കണമേ. ദൂതൻ മറുപടി പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യാം. ഇത് വിഷയം വളരെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാര് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവര്, ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളാൽ കുഞ്ഞുങ്ങള് ജനിക്കുന്നതിന് തടസ്സം അനുഭവിക്കുന്നവര്, ഉദര സംബന്ധമായ യൂട്രസ് സംബന്ധമായ അസുഖങ്ങളാൽ നിറയപ്പെട്ടവര്, കൗണ്ടിന്റെ കുറവുള്ളവര്, ട്യൂബില് പ്രോബ്ലംസ് ഉള്ളവര്, മനസ്സുകളുടെ അകൽച്ചയാ മൂലം ഒരു മാതാപിതാക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞേക്കുക. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറയുന്ന തങ്ങളുടെ മക്കളുടെ മനസ്സാന്തരത്തിന് വേണ്ടിയിട്ട് ഈശോയെ,
ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 31-ാമത്തെ വാക്യം പറയുന്നു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവനെ യേശു എന്ന് പേരിടണം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യം പറയുന്നു, സ്ത്രീയും പുരുഷനുമായി ദൈവം അവരെ സൃഷ്ടിച്ചു, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ, അഭിഷേക ശക്തിയാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, നീ സദയം പ്രാർത്ഥന കേൾക്കണമേ. ഉൽപ്പത്തിയുടെ പുസ്തകം 26-ാമത്തെ അധ്യായം 24-ാം വാക്യം പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ വചനത്തിന്റെ യോഗ്യതയാൽ ദൈവമേ എല്ലാ ദമ്പതിമാർക്കും കുഞ്ഞുങ്ങളെ കൊടുത്തനുഗ്രഹിക്കുകയും കുഞ്ഞുങ്ങളെ സ്വീകരിക്കുവാൻ പാകത്തിന് അവരുടെ മനസ്സുകളെയും ശരീരങ്ങളെയും ഒരുക്കുകയും ചെയ്യണമേ എന്ന് ഈ നിമിഷം തീക്ഷണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. സാമുവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 2-ാമത്തെ അധ്യായം 5-ാം വാക്യം പറയുന്നു, വിശപ്പ് അനുഭവിച്ചിരുന്നവർ സംതൃപ്തി അടയുന്നു, വന്ധ്യ 7 പ്രസവിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 113-ാം സങ്കീർത്തനം 9-ാം വാക്യം പറയുന്നു, അവിടുന്ന് വന്ധ്യയ്ക്ക് വസതി കൊടുക്കുന്നു, മക്കളെ നൽകി അവളെ സന്തുഷ്ടമാക്കുന്നു. ഈശോനാഥ, കുഞ്ഞുങ്ങൾ വേണമെന്ന് തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവര്, പലവിധ ആശുപത്രികൾ കയറിയിറങ്ങുന്നവര്, ഏതെങ്കിലും രീതിയിലെ ശാരീരികമായ അസ്വസ്ഥത മൂലം, രോഗാവസ്ഥ മൂലം, വൈകല്യം മൂലം ആയിരിക്കുന്നവര്, ഈശോയെ ഈ നിമിഷം അങ്ങയുടെ തിരുസന്നിധിയിൽ അപ്രകാരത്തിലുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യൂട്രസ് സംബന്ധമായ അസുഖങ്ങളാൽ ഉള്ളവര്, യൂട്രസിൽ ഫൈബ്രോയിഡിന്റെ അസുഖത്താൽ നിറയപ്പെട്ടവര്, ട്യൂബിന്റെ പ്രശ്നങ്ങൾ മൂലമുള്ളവര്, കൗണ്ട് കുറവുള്ളവര്, ഓവറിയുടെ പ്രശ്നങ്ങളാൽ മൂലമുള്ളവര്, ഇവരെല്ലാം ദൈവമേ ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാവിധ ശാരീരിക അസ്വസ്ഥതകളും വൈകല്യങ്ങളും ദൈവമേ നീ എടുത്തു മാറ്റി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് തീക്ഷണമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നു വിളിച്ചാലോടി എൻ്റെ അരികിലെത്തും, ഒന്നു സ്തുതിച്ചാൽ അവൻ എൻ്റെ മനം തുറക്കും, ഒന്നു കരഞ്ഞാൽ ഓമനിച്ചെന്നിഴി തുടയ്ക്കും. ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ, ഓ എത്ര നല്ല സ്നേഹമെൻ്റെ ഈശോ. 127-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു, കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. തോബിത്തിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 6-ാം വാക്യം ഇപ്രകാരം പറയുന്നു, അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു, അവന് തുണയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി, അവരിൽ നിന്ന് മാനവ വംശം ഉത്ഭവിച്ചു.
മലാക്കിയാസ് ദീർഘദർശിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നു, ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഈ നിമിഷം തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കട്ടെ. ഉദരത്തിലെ കുഞ്ഞുങ്ങളുമായിട്ട് ആയിരിക്കുന്ന അമ്മമാര്, ഈ നിമിഷം ദൈവത്തിന്റെ കൃപയുടെ മക്കളും ജനിക്കുന്നതിന് വേണ്ടിയിട്ട്, ദൈവാനുഗ്രഹത്താൽ അവർ നിറയപ്പെടുന്നതിന് വേണ്ടിയിട്ട്, ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ വലിയൊരു വിശുദ്ധിയുടെ നിറവ് അവരുടെ മേൽ ഒഴുകി ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഈ നിമിഷം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പറയുന്നു, തന്നോട് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണെന്ന് വിചാരിച്ചതുകൊണ്ട് പ്രായം കവിഞ്ഞിട്ടും സാറ വിശ്വാസം മൂലം ഗർഭധാരണത്തിന് വേണ്ട ശക്തി പ്രാപിച്ചു. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിന്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലേവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും. പ്രിയമുള്ളവരെ, വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവര്, തമ്പുരാൻ ഈ നിമിഷം നിങ്ങളോട് പറയുകയാണ്, സംഭ്രമിക്കേണ്ട, ഭയപ്പെടേണ്ട, നിരാശനാകേണ്ട. ഞാനാണ് നിന്റെ ദൈവമെന്ന് അറിയുക. ഞാനാണ് നിന്റെ ദൈവമെന്ന് അറിയുക. ദൈവം നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തില് കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചില്ലാത്തതുമായ അത്ഭുതത്തിനും അടയാളത്തിനും അവൻ സാക്ഷിയായിട്ട് തീരും. ഒരു നിമിഷം, ഈ നിമിഷം വളരെ പ്രത്യേകമായിട്ട് മക്കളില്ലാത്ത ദമ്പതിമാര് ഇരു കരങ്ങളും ദിവ്യകാരണത്തിന്റെ മക്കളിലേക്കൊന്ന് നീട്ടിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചേ. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങേ തിരുസന്നിധിയില് ഈ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നല്ല ആഗ്രഹത്തെയും അഭിലാഷത്തെയും ദൈവമേ നീ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ. എല്ലാവിധത്തിലുള്ള അസ്വസ്ഥതകളും എടുത്തു മാറ്റി കുഞ്ഞുങ്ങളെ കൊടുത്ത് വളരെ പ്രത്യേകമായിട്ട് സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥതയാൽ കുഞ്ഞുങ്ങളെ കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഈശോനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ ഈശോനാഥ. ഇരു കരവും ദിവ്യകാരണത്തിലേക്ക് നീട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ ഒന്ന് ചേർന്ന് പാടിക്കേ, വാവാ ഈശോനാഥ, വാവാ ഈശോനാഥ, വാവാ സ്നേഹനാഥ, ആയൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ ഈശോനാഥ. ദിവ്യകാരണത്തിന്റെ ആശീർവാദം സ്വീകരിക്കുവാനായി നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക്
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേക്കാരാധന. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുഷ്യനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാളെ നമ്മുടെ നൊവേനയുടെ 7ാമത്തെ ദിവസം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും വിടുതലിന് വേണ്ടിയിട്ടാണ്. തീക്ഷണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം വിശുദ്ധ കുരിശിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കരങ്ങൾ കുപ്പി കുരിശ് വരയ്ക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങൾ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായ് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനീശോതന്റെ സത്യസഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നവ്യമാം സദ്വാർത്ത തൻ ധീരനാം സാക്ഷിയായി രാജസദശീലതും നാഥനെ ഘോഷിച്ചു നീ. സർവാംഗം നീ രക്താഭിഷിക്തനായി കൈകളെയ്തു വിട്ടോ അമ്പുകളൊന്നൊന്നായി നാഥനോടുള്ള സ്നേഹ ഏറ്റു നീ ധീരനായി. ക്രൂശിതനീശോതന്റെ സത്യസഹദയാകും വന്യ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ.